ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യക്തിപരമായി ചിലർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഭക്ഷണത്തോടായിരിക്കാം, മറ്റു പലതിനോടായിരിക്കാം. ചിലത് ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ നമ്മുടെ വർക്കിൽ തന്നെ ഒരു കരുത്തുണ്ടായിരിക്കും, ശക്തി ഉണ്ടായിരിക്കും. എഴുത്തിൽ പോലും മാറ്റങ്ങൾ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ നടന്മാർ അഭിനയിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവർ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആകണമെങ്കിൽ, അതും സംവിധായകനും എഴുത്തുകാരനും വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ സാധനം കിട്ടണമെങ്കിൽ അതിനൊക്കെ ചില സാധനം കൊടുക്കേണ്ടി വരും. ക്ഷീണിതനായിട്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? മാനസിക സംഘർഷമുണ്ടാകുമ്പോൾ എഴുത്ത് സീൻ എടുത്തിട്ട് കാര്യമുണ്ടോ? അങ്ങനൊന്നും പാടില്ല. ചിലർക്കാണെങ്കിൽ തീറ്റ പ്രിയണെന്നാത്തില്ലെന്ന് ആലോചിക്കണം. ചില ആഗ്രഹങ്ങളുണ്ട്, അത് അവർ പറയുകയും ചെയ്യുന്ന ആലോചിക്കണം. ഇപ്പോൾ മമ്മൂട്ടി തന്നെ എടുക്കുക. ഇപ്പോൾ മമ്മൂട്ടി ഇവിടെ വെച്ചാൽ മമ്മൂട്ടിയെല്ലാം പറഞ്ഞു കേൾക്കുന്നത്, മമ്മൂട്ടി ഇങ്ങനെ കുറേ പ്രൊഡക്ഷനിൽ താങ്ങാൻ വയ്യാത്ത രീതിയിൽ കുറേ ആഹാര സാധനങ്ങൾ ലിസ്റ്റ് കൊടുക്കുന്നതാണ് പറയുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ മമ്മൂട്ടി പ്രശ്നക്കാരനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയാവുന്നൊരു മമ്മൂട്ടിയുണ്ട്, മറ്റുള്ളവർക്ക് അറിയാവുന്നൊരു മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടി അങ്ങനെ അധികം ആഹാരമൊന്നും കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. പുല്ല് പോലും പറഞ്ഞില്ലേ, മമ്മൂട്ടി കുറച്ച് പുല്ലും വൈക്കോലും പിണ്ണാക്കും അതുമാതിരി സാധനം കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഹാപ്പിയാണ്. അത് പരിഹസിച്ച് പറഞ്ഞതാണ്. കാരണം ശരീരം സൂക്ഷിക്കുന്ന ഒരാളെ മമ്മൂട്ടി എന്നാലോചിക്കണം. അപ്പോൾ അതിനു വേണ്ടി കണ്ടമാനമെല്ലാം വാരി തിന്ന് ചീർത്ത ശരീരമായിട്ട് അഭിനയിക്കാറില്ല. മാത്രമല്ല, എവിടെ മമ്മൂട്ടി ചെന്നാലും മമ്മൂട്ടിയുടെ സുഹൃത്തുക്കൾ, ഫാൻസുകാരൊക്കെ മമ്മൂട്ടിയുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ഏറ്റവും ഫ്രഷായിട്ടുള്ള നോൺ വെജ് കൊണ്ടുവരും. അത് ചിലർ വിളിച്ചു ചോദിക്കും, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട ചിലപ്പോൾ നല്ല ചിലപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് പ്രിയപ്പെട്ട നോൺ വെജ് ഉണ്ടായിരിക്കാം. ആ നോൺ വെജ് അവരിങ്ങനെ പറഞ്ഞുകൊടുക്കും, നീ അത് തയ്യാറാക്കുകയാണെങ്കിൽ തയ്യാറാക്കേണ്ട രീതി അതുപോലും മമ്മൂട്ടി പറഞ്ഞു കൊടുത്തിട്ട് സാധനം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ ഇത് അതിന് മുമ്പേ സെറ്റിൽ എല്ലാവരും പറയും, ആഹാരം നിങ്ങൾ കഴിക്കില്ലേ, എനിക്കൊരു സാധനം വരും, ആ സാധനം വന്നതിന് ശേഷം നിങ്ങൾ കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഈ സാധനം കൊണ്ടുവരുമ്പോൾ മമ്മൂട്ടി എല്ലാം എടുത്ത് കുറേശ്ശെ ടേസ്റ്റ് നോക്കും, പിന്നെ മമ്മൂട്ടി കഴിക്കില്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് പതിവ്. എല്ലാ സെറ്റിലും ഇങ്ങനെ പറ്റുമോ? ചില സെറ്റിൽ ചില ആഗ്രഹങ്ങൾ സാധിക്കില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഹരിഹരൻ്റെ സിനിമയുടെ സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹരിഹരൻ്റെ സെറ്റിൽ ഇറച്ചി മീനൊക്കെ ഉള്ളത് തന്നെയാണത്. പക്ഷെ ആ സിനിമയുടെ ഈ പ്രത്യേക ലൊക്കേഷനിൽ, അതായത് ഒരു വടക്കൻ വീരഗാഥ എടുക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. അത് വെജാണ്, വെജിറ്റേറിയൻ ഫുഡാണ് അവിടെ ഉള്ളത്. അത് വെജിറ്റേറിയൻ ഫുഡ് ഉള്ളപ്പോൾ മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, നടക്കില്ല, എനിക്ക് നോൺ വെജ് തന്നെ വേണം. നോൺ വെജ് ഇല്ലെങ്കിൽ എൻ്റെ കാര്യം ശരിയാവില്ല. അതെനിക്ക് കൂടുതൽ വേണ്ട, എനിക്ക് ഇച്ചിരി മതി. അല്ല മമ്മൂട്ടി, ഒരു എൻ്റെ കൊട്ടാരത്തിൻ്റെ സാറിൻ്റെ കൊട്ടാരമല്ലേ, ആ കൊട്ടാരത്തിലേക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ ഇത്. അപ്പോൾ അത് ഇന്നത്തോടെ മതി, വൈകിട്ട് നമുക്ക് റൂമിൽ വേറെ ശരിയാക്കി തരാം. ഒരു രക്ഷയില്ല. മമ്മൂട്ടി ആൾക്കാർ പറഞ്ഞു, ഇന്നിപ്പോൾ മമ്മൂട്ടി ഇപ്പം മുങ്ങും, മമ്മൂട്ടി ഇപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇനി പിന്നെ എപ്പോഴേ വരികയെന്ന് പറഞ്ഞു. അപ്പോൾ ഹരിഹരൻ പറഞ്ഞു, മമ്മൂട്ടി അങ്ങനെ ചെയ്യില്ല. കാരണം മമ്മൂട്ടി ഈ സിനിമയിലേക്ക് വന്നത് തന്നെ പഴയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിട്ട് ഉറപ്പ് തന്നിട്ടാണ് വന്നിരിക്കുന്നത്. മമ്മൂട്ടി അങ്ങനെയൊന്നും പോവില്ല, ഇത് ഹരിഹരൻ്റെ സിനിമയാണ് എന്നൊക്കെ ഹരിഹരൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കാർമേഹങ്ങളുണ്ട്. ചിലർ പറഞ്ഞില്ല, മമ്മൂട്ടിക്ക് അത് വേണം, മമ്മൂട്ടി അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവസാനം ഈ പ്രൊഡക്ഷൻ്റെ ആൾ വന്ന് MT ഒക്കെ വന്നിട്ടുണ്ട് അവിടെ ഇരുന്നല്ലേക്കണം. അപ്പോൾ സാറേ അത് മമ്മൂട്ടിക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ, കാരണം അത് എന്നാൽ അയാൾ നമ്മൾ കൊടുക്കണം. എങ്ങനെ കൊടുക്കും പറ, അവിടേക്ക് കടത്താൻ പറ്റില്ല. അതിന് മമ്മൂട്ടി തന്നെ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. മമ്മൂട്ടി പുറത്ത് പോവാം. മമ്മൂട്ടി കാറിൽ പോയിട്ട് റോഡ് സൈഡിൽ എവിടെ കുറച്ച് ദൂരം റോഡ് സൈഡിൽ പോയിരുന്നിട്ട് അയാൾ നോൺ വെജ് കഴിച്ച് തിരിച്ചു വന്നുകൊണ്ട്. ശരി, ഒരു നല്ല സജഷൻ തന്നെയാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ അയാൾക്കിഷ്ടം നോൺ വെജ് കാറിലെത്തിച്ച് കുറേ ദൂരം, ഈ കൊട്ടാരത്തിന് കുറേ ദൂരമായി കാറ് നിർത്തി കാറിലിരുന്ന് കഴിച്ച് കൈയൊക്കെ കഴുകി വന്നു. പക്ഷേ അത് വേറൊരു കാര്യമുണ്ട്, കൈയഴിച്ച് വന്നെങ്കിലും ഈ നോൺ വെജിൻ്റെ സ്മെല്ല് കൈയളിയുണ്ടാകുന്നതായിരിക്കും, അത് മുഴുവനും കൈ കളഞ്ഞില്ല. അപ്പോൾ അവിടെ ഗേറ്റിനിടെ ഇന്ന് വെജിറ്റേറിയനാണെന്ന് പറയുന്നത് നോൺ വെജ്, മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് നോൺ വെജിൻ്റെ സ്മെല്ല് വരുന്നുള്ള തർച്ചയൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ആ മമ്മൂട്ടി മേക്കപ്പ് ആനും പോയി, അന്ന് UD കോളിനൊക്കെ ഉപയോഗിക്കുന്ന സമയമുള്ളത്.
ഇവിടെ കൊണ്ടിട്ട് അത് പുരട്ടി അസൂയ മാറിയേ ഇപ്പം ആണല്ലേ. അങ്ങനെ പോയി മമ്മൂട്ടി അഭിനയിക്കണം. അഭിനയിക്കാൻ നിൽക്കുമ്പോൾ ഹരിത് സാറിനൊരു മമ്മൂട്ടി എന്താണ് പ്രശ്നം, നീ ഇയാൾ ശരിയാവില്ല, നോൺ വെജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ടേക്കിൽ അപാരമായിട്ട് മമ്മൂട്ടി അഭിനയിച്ചു. ഹരിത് സാറ് കൈയടിക്കുന്നു, MT ചിരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. ഇതെന്ത് പറ്റിയ മമ്മൂട്ടി, ഇത് ഫസ്റ്റ് ടേക്ക് ഓക്കെ അപാരമായിരിക്കുന്നു. സാറേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് നോൺ വെജിൻ്റെ ചെറുത് കിട്ടിയാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഇരട്ടി ഇമ്പാക്റ്റിൽ ഞാൻ അഭിനയിക്കും. എനിക്ക് വെജ് കഴിച്ചാലൊന്നും വരില്ല, അതെൻ്റെ ഒരു ദൗർബല്യമാണ്. അല്ല മമ്മൂട്ടിക്ക് ആനയെ തിന്നണമെന്ന് മൊത്തം വേണ്ട, അതിൻ്റെ ഒരു ചെറുഭാഗത്ത് ഇപ്പോൾ ഒന്ന് തൊട്ട് നക്കാന്നൊക്കെ പറയില്ല, എന്ന പോലെ മതി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ വെജ് ഉണ്ടായിട്ട് പോലും മമ്മൂട്ടിക്ക് നോൺ വെജ് പ്രത്യേകമായി സംഘടിപ്പിച്ച് പുറത്ത് കാറിലിരുത്തി കൊടുക്കാറാണ് പതിവ് എന്നാലോചിക്കണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താ, മമ്മൂട്ടി വെജ് നോൺ വെജ് ഇല്ലെങ്കിൽ അഭിനയിക്കില്ല, ലൊക്കേഷന് വരില്ല എന്നൊക്കെ പറയുന്നത്. വെജിനേക്കാൾ വില കുറവാണ് ശരിക്കും മമ്മൂട്ടി കഴിച്ച നോൺ വെജ് എന്ന് ആലോചിക്കണം. അപ്പോൾ മമ്മൂട്ടിക്ക് ഇത്തരത്തിൽ ചില പിടിവാശികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ പിടിവാശികൾ താൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണത്. ചിലർക്ക് അങ്ങനെയാണത്. നോൺ വെജ് കഴിച്ചാൽ ഒരു പ്രത്യേക വീര്യം, ചില ജ്യൂസ് കഴിച്ചാൽ ഒരു വീര്യം, മദ്യം കഴിച്ചാൽ ഒരു വീര്യം, ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതി ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ പറയുമ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ മോഹൻലാലെല്ലാം വാരി വലിച്ച് തിന്നില്ല, ശരിയാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിന് ഇങ്ങനൊരു പ്രത്യേകതയില്ലേ, എന്തും കിട്ടിയാൽ കഴിക്കും. മോഹൻലാലിന് പറയും നിങ്ങൾ ശരീരം നോക്കണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ ശരീരം നോക്കാനും ആഹാരം കഴിക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല. അതാണ് ലാൽ അങ്ങനെയാണത്. തടിയുണ്ടോ എന്നത് വെച്ചെടുത്താൽ മതി. ലാലിന് അങ്ങനെ അംഗീകരിക്കുന്നില്ലേ. അപ്പോൾ ഓരോ നടന്മാർക്കും ഓരോ രീതികളുണ്ടെന്ന് ആലോചിക്കണം. ആ രീതിക്കനുസരിച്ച് ഓരോരുത്തരും പോകുന്നു. പിന്നെ ആത്മവിശ്വാസം ഒരു പ്രധാന ഘടകം തന്നെയാണത്. ആ ആത്മവിശ്വാസത്തിൻ്റെ കൂടെ നിങ്ങളുടെ കഴിവും കൂടി ചേർക്കുമ്പോൾ എല്ലാം പ്ലസ്സായി മാറുമെന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഭക്ഷണ രീതി ഇവിടെ പറഞ്ഞതെന്ന് പറയാൻ കാര്യം അതേ മമ്മൂട്ടി തന്നെയാണ് പിന്നീട് ശരീരം വേറൊരു കിട്ടുന്നത്. ഇതിൽ കുറച്ച് പുല്ല്, കള്ളം പറഞ്ഞല്ല, ഈ ആഹാരത്തിനോടൊപ്പം പുല്ല് ഒരു ടിഫിൻ കാരിയർ നോക്കുമ്പോൾ അതിൻ്റെ ഒരു അടക്കിൽ പുല്ലുകളുണ്ടായിരിക്കും. ഈ പുല്ലിങ്ങനെ ചവച്ചരച്ച് തിന്നും. അപ്പോൾ ചില കമൻറ്റുകൾ വരാറുണ്ട്, മമ്മൂട്ടി പ്രശ്നക്കാരനല്ല, അങ്ങേര് ഏതവസ്ഥയിലും ജീവിക്കും, അങ്ങേക്ക് ഇച്ചിരി പുല്ല് എടുത്ത് കൊടുത്താലും അത് കഴിച്ച് ഹാപ്പിയായിട്ട് ചവച്ചരച്ച് ജീവിക്കും. അതാണ് മമ്മൂട്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മമ്മൂട്ടിയെ ബുക്ക് ചെയ്യുമ്പോൾ ആഹാരക്കാര്യം എന്താണെന്ന് ചോദിക്കരുത്, ആ ലിസ്റ്റ് കൊടുക്കുക. പുല്ല് എത്ര വേണമെന്ന് ചോദിക്കുക, പിണ്ണാക്ക് എത്ര വേണമെന്ന് ചോദിക്കുക. ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ മതി, മമ്മൂട്ടി അതനുസരിച്ച് നിന്നോളും. പക്ഷെ മമ്മൂട്ടി പിണക്കരുതെന്ന് വെച്ചാൽ മമ്മൂട്ടി കൊച്ചു കാര്യങ്ങൾ മതി. മമ്മൂട്ടിക്ക് അത് ഇൻസൾട്ടായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് മമ്മൂട്ടിയെ നമുക്ക് ഇണക്കി എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇണക്കണമെന്ന് തോന്നുമ്പോൾ മമ്മൂട്ടിയോട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നോൺ വെജാണ് ഇന്ന് വേണ്ടത്, ഇപ്പോൾ വേണ്ടത്, എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടത്, ഇപ്പോൾ എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഒന്ന് ചിരിക്കും. ചിരിച്ചിട്ട് പറയും, ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ നന്നായിട്ട് അഭിനയിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. കാരണം നിങ്ങളിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് വായിക്കൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ആഹാരം കഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിൽ ശരിയില്ലേ?